നമസ്കാരം. ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ടാറ്റ ഹിറ്റാച്ചിൻ്റെ ഏറ്റവും പുതിയ മോഡലായ NX80 എന്ന് പറയുന്ന 8 ടൺ കാറ്റഗറിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് മെഷീനാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ന്യൂജൻ ആയിട്ട് വന്നിട്ടുള്ള NX80 എന്ന് പറയുന്ന മെഷീൻ ഇന്ന് കാലിക്കറ്റ് രാമനാട്ടുകാരുടെ പുതിയ ഓഫീസിൽ, നമ്മുടെ കാലിക്കറ്റിൽ പുതിയ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മെഷീൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. കാണിക്കാൻ പോകുന്ന നമ്മുടെ എഞ്ചിൻ റൂമാണ്. നമ്മുടെ എഞ്ചിൻ വരുന്നത് യാൻമറിന്റെ 4TN98S എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് മോഡൽ യാൻമറിന്റെ എഞ്ചിനാണ്. 49 HP ഹോഴ്സ് പവർ ഉള്ള 2100 RPM പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന ലേറ്റസ്റ്റ് മോഡൽ എഞ്ചിനാണ് നമുക്ക് വരുന്നത്. അത് 4 സിലിണ്ടർ ആണ് എഞ്ചിൻ വരുന്നത്. നല്ലൊരു മൈലേജ് നമുക്ക് ഈ കസ്റ്റമേഴ്സിന് 4 ലിറ്ററിന്റെ താഴെയാണ് ഇതിന് ഡീസൽ പറയുന്നത്. ഒരു 4 ലിറ്റർ വരെ നമുക്ക് എന്തായാലും നല്ലൊരു മൈലേജ് ഈ എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതായി. നെക്സ്റ്റ് നമുക്ക് പോകുന്നത് ഹൈഡ്രോളിക് സൈഡാണ്. ഹിറ്റാച്ചിയുടെ ഹൈഡ്രോളിക്സ് പാറ്റന്റ് ഉള്ള മെഷീനാണ് നമുക്ക് വരുന്നത്. നമ്മുടെ ഹൈഡ്രോളിക് പമ്പ് വരുന്നത് ഇതാ, ടാറ്റ ഹിറ്റാച്ചിയുടെ പമ്പ് വരുന്നുണ്ട്. ടാറ്റ ഹിറ്റാച്ചിയുടെ പമ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്രൂവൺ ആയിട്ടുള്ള ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ലൈഫും അതേപോലെ മെയിൻ്റനൻസ് കോസ്റ്റും വരുന്ന പമ്പാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇനി മേൽഭാഗത്ത് നിന്ന് എൻജിൻ റൂം ഒന്ന് നോക്കാം. മേൽഭാഗത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് വിശാലമായ സൗകര്യം, സർവീസൊക്കെ ചെയ്യാനാണെങ്കിലും എന്താവശ്യത്തിനാണെങ്കിലും നമ്മളിപ്പോൾ മുൻപേ കണ്ടതുപോലെ ബാക്ക് സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ടും നമുക്ക് എൻജിൻ്റെ ഭാഗം സർവീസ് ചെയ്യുന്നതിനും അതേപോലെ ടോപ്പിൽ നിന്ന് അഴിച്ചിട്ടാണെങ്കിലും സർവീസ് ചെയ്യാനും മറ്റെല്ലാ സൗകര്യവും നമുക്ക് ഈ മെഷീനിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മളിനി അടുത്തത് നോക്കാൻ പോകുന്നത് നമ്മുടെ ഹൈഡ്രോളിക് ടാങ്കാണ്. 42 ലിറ്ററിൻ്റെ ടാങ്കും അതേപോലെ 92 ലിറ്ററിൻ്റെ സിസ്റ്റമാണ് നമ്മൾ ഹൈഡ്രോളിക്കിൽ ഇതിൽ ഉപയോഗിക്കുന്നത്. അത് നമുക്കൊരു നല്ല ലോങ് ഇൻ്റർവെല്, ഹൈഡ്രോളിക് സർവീസിൻ്റെ ഇൻ്റർവെല് നല്ലൊരു ലോങ് ടേം കിട്ടുന്നുണ്ട്. നമുക്കിതിൽ സർവീസ് വരുന്നത് ബക്കറ്റ് പർപ്പസ് ആണ് മാത്രമാണെന്നുണ്ടെങ്കിൽ 2000 മണിക്കൂർ ഹൈഡ്രോളിക് സർവീസ് ചെയ്താൽ മതി. ബ്രേക്കർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1000 മണിക്കൂർ, ഈച്ച് ആൻഡ് എവരി 1000 മണിക്കൂറിൽ നമ്മൾ ഹൈഡ്രോളിക് ഓയിൽ സർവീസ് ചെയ്യണം. ഇനി നമുക്ക് വരികയാണെങ്കിൽ നമ്മുടെ ബ്ലേഡ് അത്യാവശ്യം ഒരു 8 അടിയോളം നീളം വരുന്ന നല്ലൊരു ബ്ലേഡാണ് നമ്മളിപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ അടുത്തത് ബക്കറ്റ് സൈസ് വരികയാണെങ്കിൽ 0.35 M3 നല്ലൊരു ബക്കറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 5 ടീത്ത് വരുന്ന ബക്കറ്റാണ്. അതേപോലെ സൈഡ് കട്ടർ കാര്യങ്ങളും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി അടുത്ത് പോകുന്നത് നമ്മുടെ ട്രാക്ക് അണ്ടർ ഗാരേജ് സെഗ്മെന്റിലേക്കാണ്. നമ്മുടെ ട്രാക്കിന്റെ വിഡ്ത്ത് വരുന്നത് 450 mm വിഡ്ത്തിലാണ് ട്രാക്ക് വരുന്നത്. അതേപോലെ 37 എണ്ണം നമുക്ക് ട്രാക്ക് ഷൂ പ്ലേറ്റ് 37 എണ്ണം വരുന്നുണ്ട്. അതേപോലെ നമുക്ക് അപ്പർ റോളർ, ഒരു അപ്പർ റോളറും അതേപോലെ 2, 4, 5 ലോവർ റോളറും ആണ് നമുക്ക് ഈ മെഷീനിൽ വരുന്നത്. അതേപോലെ നമുക്ക് നമ്മുടെ ട്രാക്കിൻ്റെ തിക്നെസ്, ഷീറ്റിൻ്റെ തിക്നെസ് വരുന്നത് 13 mm തിക്നെസ്സിലാണ് ഷീറ്റ് വരുന്നത്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി കാണിക്കാൻ പറ്റിയ അണ്ടർ ഗാരേജ് ആണ്. നമ്മുടെ ഇമ്പോർട്ടഡ് മെഷീനായ സാക്സ് സീരീസ് മെഷീൻസിലൊക്കെ വരുന്ന അതേ മോഡലാണ് അണ്ടർ ഗാരേജ് ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മളെ ക്യാബിനിലേക്ക് വരികയാണെങ്കിലും നമ്മുടെ ക്യാബിനും ചെയ്തേക്കുന്ന നമ്മുടെ സാക്സ് സീരീസിലുള്ള നമ്മുടെ സാക്സിസ് 220, സാക്സിസ് 140 ആ കാറ്റഗറിയിലൊക്കെ വരുന്ന മെഷീനിൽ ചെയ്ത പോലെ തന്നെ ഫുള്ളി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ക്യാബിനാണ് നമ്മൾ ഇതിൽ ചെയ്തേക്കുന്നത്. ക്യാബിൻ്റെ അകത്ത് കയറി നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു ഫീല് എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ഞാൻ മെഷീൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. കാരണം മെഷീൻ്റെ ഉൾഭാഗത്തു നിന്നുള്ള വ്യൂ, നമുക്ക് പുറത്തേക്ക് നല്ല വ്യൂ ആണ് മെഷീൻ്റെ അകത്ത് നിന്ന്. ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ്. അതേപോലെ മെഷീൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഓപ്പറേറ്റർ ഇരുന്ന് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഓപ്പറേറ്റർക്ക് അത്യാവശ്യം ബാക്ക് സൈഡ് വരെ നല്ല വ്യൂ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. നല്ല വ്യൂ തന്നെയാണ് ഉള്ളത് നമുക്ക് ഈ മെഷീൻ്റെ അകത്ത്. അതേപോലെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നത് എ സി ആണ്. എ സി ഒരു നല്ല അഡ്വാൻറ്റേജ് തന്നെയാണ് ഓപ്പറേറ്റർക്ക്. അത് ഓപ്പറേറ്റർക്ക് നല്ല ഫീലിംഗ് കിട്ടും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ. ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ വ്യൂ അത്യാവശ്യം നല്ല വ്യൂ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനേ ജസ്റ്റ് ഒന്ന് മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഫാന്, മെഷീൻ്റെ ഈ ഉള്ളിലുള്ള ഫാന് ഓൺ ആയിട്ടുണ്ട്. ഗ്ലാസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തത്
ഞാനൊന്ന് മെഷീൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ മെഷീൻ ഓണായി. മെഷീൻ്റെ സൗണ്ടാണ് ഇപ്പോൾ ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സ്മൂത്ത് സൗണ്ടാണ്. മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സൗണ്ട് വരുന്നത് വളരെ സ്മൂത്ത് സൗണ്ട്. അതേപോലെ മെഷീൻ്റെ ഉള്ളിലുള്ള സൗകര്യമാണെങ്കിൽ കൂടെ അത്യാവശ്യം നല്ല സ്പേസ്, ഒരു ഓപ്പറേറ്റർക്ക് ഒന്ന് കാല് നിവർത്തി വെച്ചിരിക്കാനും മറ്റ് സൗകര്യങ്ങളും നല്ല നമ്മുടെ ഈ മെഷീനിലുണ്ട്. ഇനി വരുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവർ, അതും വളരെ സ്മൂത്തായിട്ട് വളരെ സ്മൂത്തായിട്ട് ഉള്ള ലിവേഴ്സാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്.